ഹായ് ഗൈസ്, ഐ എം മാധവ്. ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയോട് നമുക്ക് ആദ്യമൊക്കെ പൊരുത്തപ്പെടാൻ കുറച്ച് പാടാണെങ്കിലും പിന്നീട് ആ വ്യക്തി ഇല്ലാതെ നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ്. ആൻഡ് ആ സ്റ്റേജ് അതിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ ആ വ്യക്തിയെ നമുക്ക് അപ്രതീക്ഷിതമായി തന്നെ നഷ്ടപ്പെടുവാണ്. അതെന്തൊരവസ്ഥയായിരിക്കും. ആൻഡ് ആ വ്യക്തി നഷ്ടപ്പെടുന്നയാൾ ഒരു ഇൻവെർട്ടർ കൂടെ ആണെങ്കിലോ എന്നെപ്പോലെ ആ സങ്കടം ആരുടെത്തെങ്കിലും ഒന്ന് പറഞ്ഞ് കരയാൻ വരെ പാടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുന്ന നായകരാണ് ഐ വാണ്ട് ടു ഈറ്റ് യുവർ പാൻക്രിയാസ് എന്ന് പറയുന്ന ഈ സിനിമയിലുള്ളത്. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ ചിലർക്കൊരു വിയേഡായിട്ട് തോന്നും, ചിലർക്കൊരു കൗതുകം തോന്നും എന്താണ് ആ പേരിന് പിന്നിലുള്ളതെന്ന്. ഞാൻ ആ കൗതുകം തോന്നിയ കൂട്ടത്തിലുള്ള ആളാണ്. ആ കൗതുകം തന്നെയാണ് ഈ സിനിമയിലേക്ക് എന്നെ എത്തിച്ചതും. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു പേര് ഈ പടത്തിന് ഇനി ഇടാനില്ല. എസ്പെഷ്യലി എൻഡിങ്ങിൽ സാക്കുറയ്ക്ക് അവൻ അവസാനമായിട്ട് അയക്കുന്ന മെസ്സേജും കൂടെ ആകുമ്പോഴത്തേക്കും ആ പേര് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പടം കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായി കാണും. ഇനി പടം കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേരെന്നുള്ളത് പടം കണ്ടു കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാവും. പിന്നെ എൻ്റെ ബേസിക് പ്ലോട്ടിനെ പറ്റി ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. ആ പ്ലോട്ട് എനിക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്ന പ്ലോട്ടുകളിൽ ഒന്നാണ്. ഈ പ്ലോട്ടിൽ കുറേ സിനിമകൾ സീരീസുകളൊക്കെ ഉണ്ട്. അതിൽ ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഈ സിനിമ. ആ ഒരു പ്ലോട്ട് അത്രയും ഭംഗിയായിട്ടാണ് ഇവർ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്ക്രീൻ പ്ലേ തൊട്ട് അതിൻ്റെ ഓൾ ടീം, അതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ ആ ഒരു പ്ലോട്ടിനെ അത്രയും ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എൻഡിങ്ങിലുള്ളൊരു ക്ലീഷേ ബ്രേക്ക് മൊമെൻ്റ് ഉണ്ട്. നമുക്കിതിൻ്റെ എൻഡിങ് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ ആ എൻഡിങ്ങിൽ ഇവർ കൊടുത്തൊരു ക്ലീഷേ ബ്രേക്ക് മൊമെൻ്റ് ഉണ്ട്. അത് ഈ സിനിമയുടെ ഒരു സ്പെഷ്യൽ പരിപാടിയാണ്. അത് ഭയങ്കര കൺവിൻസിങ് ആയിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് അങ്ങനെ കല്ലെവിടെയും തോന്നത്തില്ല. ഓക്കെ, അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടി ആയിരുന്നല്ലോ എന്ന് നമുക്ക് പിന്നീട് തോന്നും. ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സീനൊക്കെ വരുമ്പോൾ നമ്മൾ കരയുമായിരിക്കും. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ അത് കൊള്ളാമല്ലോ, അതൊരു ഡിഫറെൻറ്റ് പരിപാടിയാണല്ലോ എന്ന് നമുക്ക് തോന്നും. പിന്നെ നമ്മുടെ നായിക സാക്കുറ, അവൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ശരിക്കും ഇറങ്ങുന്നൊരു ക്യാരക്ടറാണ്. ആൾ വിശ്വസിക്കുന്നൊരു കാര്യമൊക്കെ ഉണ്ട്. അതായത് അത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ്, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ മൊമെൻറ്റ്സിനും കാരണം വിധിയല്ല, മറിച്ച് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണെന്ന് അവൾ പറയും. അവൾ അതിലാണ് വിശ്വസിക്കുന്നത്. ആൻഡ് ഈ ഒരു കാര്യം പല രീതിയിലും പടത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് സത്യമല്ലേ? അത് സത്യമാണ്. അവൾ പറയുന്നുണ്ട്, ഞാനും നീ തമ്മിൽ കണ്ടുമുട്ടിയതിൻ്റെ കാരണം നമ്മളെടുത്ത ചോയ്സസ് ആണെന്ന് അവൾ പറയുന്നുണ്ട്. ദെൻ നമ്മുടെ നായകൻ, എനിക്ക് അവൻ്റെ പേര് ഓർമ്മയില്ല, കാരണം ഞാൻ ഈ പടം കണ്ടിട്ട് കുറേ നാളായി. അവൻ്റെ ക്യാരക്ടർ ഈ പറയുന്ന പോലെ സാക്കുറെ പോലെ തന്നെയാണ്, നമ്മുടെ മനസ്സിനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അവനൊരു ഇൻവെർട്ടർ മൂഡാണ്. അവൻ്റെ ലൈഫിലേക്കാണ് ഈ എക്സ്ട്രാവേർട്ടായിട്ടുള്ള ഈ സാക്കുറ വരുന്നത്. പിന്നീട് അവൻ്റെ ലൈഫിൽ അവൾ കാരണം വരുന്ന ഓരോ മാറ്റങ്ങൾ ഭയങ്കര രസമാണ്. നമ്മളാണ് അവനോടൊപ്പം മാറുന്നതെന്ന് നമുക്ക് ആ ഒരു സിനിമ കണ്ടിരിക്കുന്ന ഓരോ സമയം തോന്നും. അത്രയും ഭംഗിയായിട്ടാണ് അവൻ്റെയും ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ക്യാരക്ടറിന് ഓർമ്മ വന്നു. അതായത് സാക്കുറയുടെ ഒരു ഫ്രണ്ടായിട്ടുള്ളൊരു കൂട്ടുകാരിയായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. എനിക്ക് ആളുടെയും പേര് ഓർമ്മയില്ല. അത് നല്ല രീതിക്ക് എഴുതിയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അതായത് അവൾ സാക്കുറനെ എത്രത്തോളം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണമെന്നുള്ളത് പടത്തിൽ പല ഭാഗങ്ങളിലായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ ഭയങ്കര രസമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആളുടെ ക്യാരക്ടറോട് നമുക്ക് ഭയങ്കരമായിട്ട് നല്ലോണം ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. അതും ഇവരെ പോലെ തന്നെ കിടിലൻ ക്യാരക്ടറാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവർക്കിടയിലുള്ളൊരു റിലേഷൻഷിപ്പ്. അത് ഭയങ്കര ബാലൻസിങ് ആയിട്ടാണ് ഇവർ എഴുതിയിരിക്കുന്നത്. അതായത് ചില സമയത്ത് നമുക്ക് തോന്നും ഇവർ തമ്മിൽ പ്രണയമാണെന്ന്, ചില സമയത്ത് നമുക്ക് തോന്നും ഇവർ തമ്മിൽ സൗഹൃദമാണെന്ന്, ചില സമയത്ത് നമുക്ക് തോന്നും ദെർ ഈസ് സംതിങ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു. അങ്ങനെ ഭയങ്കര ബാലൻസിങ് ആയിട്ട് ഭയങ്കര കൺവിൻസിങ് ആയിട്ടാണ് ഇവർ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയിരിക്കുന്നത്. ഒരു സ്ഥലത്തും അത് പ്രണയമാണെന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റത്തില്ല, ഒരു സ്ഥലത്തും അത് സൗഹൃദമാണെന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഈവൻ ഇതിൻ്റെ എൻഡിങ്ങിൽ സാക്കുറയുടെ ഒരു ഡയറി വായിക്കുമ്പോൾ അതിൽ അവൾ തന്നെ അങ്ങനത്തെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഈ പടം ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എനിക്കൊന്ന് നായികയുടെയും നായകൻ്റെയും കഥാപാത്രങ്ങൾ തന്നെയാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, നമുക്ക് അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഭയങ്കര രസമായിട്ടാണ് ആ കഥാപാത്രങ്ങൾ രണ്ടുപേരും എഴുതിയിരിക്കുന്നത്. സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറേ നേരം നമ്മുടെ മനസ്സിൽ ഈ സിനിമ അങ്ങനെ തന്നെ നിൽക്കും. അതിന് കാരണവും ഈ കഥാപാത്രങ്ങളാണ്, ഇവർ രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾ. ഇവർ തമ്മിലുള്ള കുറേ നല്ല മൊമെൻറ്റ്സുകൾ ഈ പടത്തിലുണ്ട്. കുറച്ചൊക്കെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, കാരണം കുറേ നാളായി ഞാൻ ഈ പടം കണ്ടിട്ട്, ഞാൻ പറഞ്ഞല്ലോ. എന്നാലും ഈ പടം തന്നൊരു ഫീൽ എനിക്ക് ഇപ്പോഴും നല്ല എഫക്റ്റീവായിട്ട് തന്നെ ഓർമ്മയുണ്ട്. അതായത് ഞാൻ ഈ പടം കണ്ടപ്പോൾ സത്യം പറയല്ലോ, അവസാനമൊക്കെ ഇപ്പോൾ കുറേ കരഞ്ഞിരുന്നു. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നല്ലോണം ഓർക്കുന്നു. ഈ പടം കണ്ട എല്ലാവരും അങ്ങനെ കരഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്ര എഫക്റ്റീവായിട്ടാണ് ആ എൻഡിങ് ഒക്കെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന പ്ലോട്ടുകളിൽ ഒന്നാണത്. അപ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടുള്ള മികച്ച സിനിമകളിൽ ഒന്നാണ് ഈ പടം.
എനിക്ക് ഈ പടം തന്നൊരു ഫീല് ഇപ്പോഴും മനസ്സിൽ അതേ ലെവലിൽ തന്നെ ഉണ്ട്. ഞാൻ എൻ്റെ തന്നെ ഫേവറേറ്റ് മൂവീസ് എന്തൊക്കെയാണെന്ന് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ മറക്കാതെ മനസ്സിലേക്ക് വരുന്ന ഒരു പടമാണ് ഈ പടം, ഇതിലെ കഥാപാത്രങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി പറയാതിരുന്നാൽ ശരിയാവത്തില്ല. സോ ഇനി ഈ പടത്തെപ്പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ എൻഡിങ് ആസ് യൂഷ്വൽ ഭയങ്കര സാഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. അത് കൂടാതെ തന്നെ പടത്തിൽ തുടക്കം തൊട്ട് ഇമോഷണൽ ആക്കുന്ന കുറേ ഏരിയകളുണ്ട് നമ്മളെ. അതേപോലെ തന്നെ നമ്മളറിയാതെ ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന മൊമെൻറ്റും ഉണ്ട് ഈ പടത്തിൽ. ഭയങ്കര ലൈറ്റ്ഫുൾ ആയിട്ടുള്ള പടമാണ്. നമ്മുടെ മനസ്സിനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന പോലെയാണ് ആ ഹോൾ ടീം അതിന് അനിമേഷൻ ചെയ്തിരിക്കുന്നതാണെങ്കിലും മ്യൂസിക് കാര്യങ്ങൾ സ്ക്രിപ്റ്റ് എല്ലാം കൊണ്ടും അത്രയും പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലാണ് അതിനെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്, ആ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് ഐ വാണ്ട് ടു ഈറ്റ് യുവർ പാൻക്രിയാസ് എന്ന് പറയുന്ന സിനിമ എന്നുള്ളത് കമൻറ്റ്സ് ഇടുക. ഇനി നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എസ്പെഷ്യലി നിങ്ങൾക്ക് ആ ഒരു പ്ലോട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം മിസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളിത് നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം.